ാണ് അയ്യൂബ് നേരത്തെ ഒരു സംസാര ശകലത്തിൽ ഉന്നയിച്ച 2-3 ആരോപണങ്ങൾ അല്ലെങ്കിൽ 2-3 വിമർശനങ്ങൾക്കാണ് എനിക്ക് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്. അതിന് ഞാൻ 2-3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 2-3 ഭാഗങ്ങൾക്കും വിശദമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് 2 മണിക്കൂർ വേണം. ആ 2 മണിക്കൂർ പറയേണ്ട സംഗതിയെ 20 മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഞാനൊരു പരിഹാരം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇതിന് വിശദമായ ഒരു മറുപടി 1, 2, 3 പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള വാദങ്ങൾക്കുമെല്ലാമുള്ള എൻ്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ഇവിടെ ഞാൻ അതിൻ്റെ വളരെ ചുരുക്കം ചില പോയിന്റുകൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത ആൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ അറബി പാസ്സായ ആളാണ്. അറബി സ്കൂളിൽ 50% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുത്തും വായന അറിയാത്ത ഒരാൾക്ക് 50% മാർക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിന്റെ അടിസ്ഥാന വേരിനെ വെട്ടുന്ന ഒരു സെൽഫ് ഗോളാണ്. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പോയിന്റ്. മനസ്സിലാക്കാൻ എന്ന് ഞാൻ ബോധപൂർവമാണ് പറഞ്ഞത്. മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ക്ലാസ് എന്ന് പറയാം. എനിക്ക് ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഈ സമൂഹത്തിന് എനിക്ക് പറ്റുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. ആ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ആ മനസ്സിലാക്കലുകളിൽ തെറ്റുണ്ടായിരിക്കാം, അത് ഓക്കെ. അത്തരം വിമർശനങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അത് തന്നെയാണ് ചർച്ചയും സംവാദം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് സെൽഫ് ഗോളാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് ആധുനിക ഇസ്ലാമിന്റെ ദഅ്വാക്കാരൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരോട് ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വിശേഷണമുണ്ട്. ഖുർആൻ പടച്ചോൻ എന്ന നമ്മുടെ സ്രഷ്ടാവ് അദ്ദേഹം നിർമ്മിച്ചു വിട്ട ഈ സാധനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചിട്ടുള്ള കാറ്റലോഗാണ് എന്നാണ്, അല്ലെങ്കിൽ യൂസർ മാനുവൽ ആണെന്നാണ്. കാറ്റലോഗ് അല്ലെങ്കിൽ യൂസർ മാനുവൽ എന്ന നിലക്ക് ഒരു ഉടമസ്ഥൻ, ഒരു നിർമ്മാതാവ് അയാൾ നിർമ്മിച്ച ഒരു പ്രോഡക്റ്റിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന കാറ്റലോഗ് പോലെ പടച്ചോൻ എന്ന് പറയുന്ന മനുഷ്യന്റെ നിർമ്മാതാവ് മനുഷ്യന്റെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ള യൂസർ മാനുവലാണ്, കാറ്റലോഗാണ് ഖുർആൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷ അറിയാത്തവർക്ക് ആ കാറ്റലോഗ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് വാദമെങ്കിൽ പടച്ചോന് വേറെ വല്ല പണി ചെയ്യുന്നതാവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം ഇപ്പോൾ ചൈനയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നുണ്ട്. ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു ഉപകരണം ലോകത്തെ എല്ലാ രാജ്യത്തേക്കും കയറ്റിയേക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപകരണത്തിന്റെ കൂടെ പാക്ക് ചെയ്ത് വിടുന്ന ഒരു കാറ്റലോഗ് ചൈനീസ് ഭാഷയിൽ മാത്രമായിരിക്കുകയും എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ചൈനീസ് ഭാഷ പഠിച്ചിട്ട് വേണം ഈ കാറ്റലോഗ് വായിക്കാൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ നിർമ്മാതാവിനെ, ആ കമ്പനി മാനേജറെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. എന്താ ചൈനക്കാർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇന്നത്തെ കമ്പനി പ്രോഡക്റ്റ് ഒക്കെ അയക്കുമ്പോൾ കൊടുക്കുന്ന കാറ്റലോഗ് എന്താ ചെയ്യുന്നത്? അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ ഭാഷക്കാർക്കാണോ ഈ സാധനം കൊടുത്തയക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ഭാഷയിലൊക്കെ കാറ്റലോഗ് തയ്യാറാക്കും. എന്നിട്ട് ഇന്ത്യയിൽ കൊടുത്തയക്കുമ്പോൾ ഇന്ത്യൻ ഭാഷകളിലുള്ള കാറ്റലോഗ് അയക്കും, അമേരിക്കയ്ക്ക് കൊടുത്തയക്കുമ്പോൾ ഇംഗ്ലീഷിലയക്കും, അറബ് നാടുകളിലേക്ക് അയക്കുമ്പോൾ അള്ളാന്റെ ഭാഷയിലും അയക്കും. അങ്ങനെയാണ് തലക്ക് വെളിവുള്ള ഒരു കമ്പനി മാനേജർ കാറ്റലോഗ് കൊടുത്തയക്കാം. ഇവിടെ പടച്ചോൻ എന്ന് പറയുന്ന ഈ നിർമ്മാതാവ് അറബി ഭാഷയിൽ അറബികൾക്ക് ഒരു കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും അറബി ഭാഷ പഠിച്ചിട്ട് ഇതിന്റെ കാറ്റലോഗ് വായിച്ചിട്ട് വേണം ജീവിക്കാൻ എന്ന് നമ്മളോട് നിർദ്ദേശിക്കുന്നുവെങ്കിൽ അത് സെൽഫ് ഗോളാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി ഈ കാറ്റലോഗിന്റെയും യൂസർ മാനുവലിന്റെയും കാര്യം ഇന്ന് അയ്യൂബ് പറയുന്നതോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ പറയുന്നതോ അല്ല, സാക്ഷാൽ ഖുർആനിൽ പറയുന്നത്. ഖുർആനിൽ എന്താ പറയുന്നതെന്നറിയോ? ഈ കാറ്റലോഗ് ഞാൻ കൊടുത്തയച്ചിട്ടുള്ളത് മക്കക്കാർക്കും അറബികൾക്കും വേണ്ടി മാത്രമാണ് എന്നാണ്. മാത്രമല്ല, ഇതാ നോക്കൂ, അർസൽനാ മിന റസൂലി ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. യാതൊരു ദൈവദൂതനെയും തന്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിലല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. ആരാ പറയുന്നത്? ഖുർആനിൽ അള്ളാഹു പറയാ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും അള്ളാഹുവിന്റെ കാറ്റലോഗ് കാണണം. മലയാളത്തിലെ കാറ്റലോഗ് എവിടെ? മലയാളത്തിലെ കാറ്റലോഗും കൊണ്ടുവന്ന ദൂതൻ എവിടെ?
അള്ളാഹിനോട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷെ അള്ളാഹ് ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അള്ളാഹിന്റെ വക്കീലന്മാരോടാണ് ചോദിക്കുന്നത്. ഇനി മക്കക്കാരോട് അള്ളാഹ് പറയാണ്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി അറബി ഭാഷയിൽ ഒരു ഖുർആൻ ഞാൻ കൊടുത്തയച്ചു. ആരാ നിങ്ങൾ? മക്കക്കാരാണ്. അത് ഞാൻ പറയുന്നല്ല, വിശദമായിട്ട് പിന്നെയും പറയുന്നുണ്ട്. മക്കയിലും അതിന് ചുറ്റുമുള്ളവർക്ക്, ഇവിടെ മക്ക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഉമ്മുൽ ഖുർആൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉമ്മുൽ ഖുറായിലും അതിന് ചുറ്റുമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ അറബി ഭാഷയിൽ ഞാൻ കാറ്റലോഗ് കൊടുത്തയച്ചിരിക്കുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത്. നമ്മൾ മലയാളികൾ ഈ കാറ്റലോഗും പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർന്നില്ല. നിനക്ക് നിന്റെ ഭാഷയിൽ ഇതിനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരാലോചിച്ച് മനസ്സിലാക്കാൻ? അറബികൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലളിതമാണെന്നാണ് പറഞ്ഞത്. ലളിതത്തിന്റെ കോലം നമുക്ക് പിന്നെ പറയാം. നമുക്ക് അവിടുന്ന് പോവാം. വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അറബികളോടാണ് പറയുന്നത്. നമുക്ക് അറബിയിൽ മനസ്സിലാവോ? ഇല്ല. അപ്പൊ അള്ളാഹ് കൊടുത്തയച്ച ഈ കാറ്റലോഗ് നമുക്ക് യാതൊരു പ്രയോജനമില്ലെന്ന് അള്ളാഹ് തന്നെ പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അറബി അറിയാത്തവർക്ക് അള്ളാന്റെ കാറ്റലോഗും യൂസർ മാനുവലും വായിച്ചാൽ മനസ്സിലാവില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വാദമെങ്കിൽ ആ വാദത്തോടു കൂടി ഇസ്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കണം. ഇനി അറബിയിൽ എന്തുകൊണ്ട് ഖുർആൻ ഇറക്കി എന്ന കാര്യം അന്നത്തെ മക്കക്കാർ തന്നെ ചർച്ചയാക്കിയിട്ടുണ്ട്. ചർച്ചയ്ക്ക് മറുപടിയാ പറഞ്ഞത് പോരാന്ന് തോന്നിയപ്പോൾ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞതാണിത്. നാം ഇതിനെ ഒരു അനറബി ഖുർആനാക്കിയിരുന്നെങ്കിൽ ഓല് പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ ഞങ്ങൾക്ക് വിശദമാക്കപ്പെട്ടില്ല. അത് പറയൂലേ? പിന്നെ ഇത് പറയേണ്ട ആവശ്യം എന്താണ്? ഇത് മഹാമണ്ഡത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം അള്ളാഹ് നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ അറബിയിൽ അറബികൾക്കും മലയാളികൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും ചൈനക്കാർക്ക് ചൈനീസിലും കാറ്റലോഗ് കൊടുത്തേക്കും എന്നാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അറബികളോട് നിങ്ങൾക്ക് ഞാൻ അനറബിയിൽ ഖുർആൻ അയച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിന് കുറ്റം പറയുമെന്ന് പറയുന്നതിന്റെ എന്താ ആവശ്യമുണ്ട്? അറബികൾക്ക് അറബിയിൽ കൊടുത്തയച്ച പഠിച്ചോൻ മലയാളികൾക്ക് മലയാളത്തിൽ കൊടുത്തേക്കണം, ചൈനക്കാർക്ക് ചൈനീസിൽ കൊടുത്തേക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു പഠിച്ചോനെ പറ്റി ഒരു സൂചന നൽകുന്ന ഒരു കടലാസിന്റെ കണ്ടത്തിന്റെ പോസിൽ തെളിവെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഇല്ല. കാരണം അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൻ മക്കയിലെ ഖുറൈശികളുടെ ഒരു ഗോത്രദേവൻ മാത്രമായിരുന്നു. ആ ഗോത്രദേവനെ പിടിച്ചിട്ട് മുഹമ്മദ് കോസ്മോപോളിറ്റൻ ദൈവമായിട്ട്, യൂണിവേഴ്സൽ ദൈവമായിട്ട് ഊതി വീർപ്പിച്ചപ്പോഴാണ് ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ ആ ദൈവത്തിന്റെ പേരിൽ എഴുതി വെക്കപ്പെട്ടത്. ഇത് ലളിതമായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ലളിതമായിട്ട് കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് ആ കാറ്റലോഗ് വായിച്ചിട്ട് മനസ്സിലാക്കാതെ തിരിഞ്ഞുത്തിപ്പോയി എന്ന് മക്കാരെ കുറിച്ച് നിരന്തരം 13 കൊല്ലം പയ്യരം പറയായിരുന്നു പക്ഷോന്റെ പണി. കാറ്റലോഗ് മനസ്സിലാവാഞ്ഞിട്ടേ ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തൊരു കാറ്റലോഗ് നമുക്കല്ല, അറബികൾക്ക് മനസ്സിലായിട്ടില്ല. അറബികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകൾ തരാം. എന്ന് മാത്രമല്ല, ലളിതമായിട്ടാണ് ഞാൻ ഇത് കൊടുത്തയച്ചത് എന്ന് പറയുന്ന അതേ പഠിച്ചോൻ പറയാണ് എന്റെ കിതാബില് എല്ലാവർക്കും മനസ്സിലാവുന്ന മുഹക്കമാത്തും ഉണ്ട്, ഒരു മനുഷ്യനും മനസ്സിലാവാത്ത മുത്തസാബിഹാത്തും ഉണ്ട്. യൂസർ മാനുവലിൽ മുത്തസാബിഹാത്ത് തിരികെ വെക്കുന്ന ഒരു പഠിച്ചോനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? യൂസർ മാനുവലെ കൊടുത്തേക്കുന്നത് എന്തിനാണ്? കണക്കുണ എഴുതിയിട്ട് മുത്തസാബിയാത്താണ്, ആർക്കും മനസ്സിലാവില്ല, അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത്. അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കണക്കുണ വർത്താനം ഈ കാറ്റലോഗിൽ ഉൾപ്പെടുത്തി കൊടുത്തേക്കേണ്ട വല്ല കാര്യം അള്ളാഹ്ക്കുണ്ട്? അത് അള്ളാഹിന്റെ കസേരന്റെ ചോട്ടിൽ അവിടെ വെച്ചാൽ പോരെ. എന്തിനാ ജിബ്രീൽ അതും താങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഖുർആൻ നിറയെ മുത്തസാബിഹാത്താണ്, ആർക്കും മനസ്സിലാവാത്തത്, അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാവുന്ന കണകുണ വർത്തമാനം ഞാൻ എന്റെ കാറ്റലോഗിൽ തിരികെ വെച്ചിരിക്കുന്നു എന്ന് തലക്ക് വെളിയുള്ള ഒരു പഠിത്തം പറയോ? ഇതാണ് ഖുർആന്റെ അവസ്ഥ. ഇനി ഖുർആൻ വളരെ ലളിതവും വ്യക്തവും വിശദീകരിക്കപ്പെട്ടതുമൊക്കെയാണ് എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ ഇറക്കിയ ഖുർആൻ പരിഭാഷപ്പെടുത്തിയാൽ ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അറബി ഭാഷയിൽ ഇറക്കിയ കാറ്റലോഗ് അറബി ഭാഷയിൽ ജീവിച്ച് പഠിച്ച ഖുർആന്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടില്ല കൂട്ടരെ. അതിന്റെ കാരണമാണ് അയ്യൂബ് തന്നെ പറഞ്ഞു അള്ളാഹ്ക്ക് അറബി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അള്ളാഹ്ക്ക് അറബി മാത്രമല്ല, അള്ളാഹ്ക്ക് ഒരു ഭാഷയുടെയും യൂണിവേഴ്സൽ ഗ്രാമർ അറിയില്ല. കാരണം ഓരോ ഭാഷയ്ക്കും ആ ഭാഷയുടെ എല്ലാ ഭാഷയ്ക്കും പൊതുവായ ഒരു ഗ്രാമർ ഉണ്ട്. ഭാവി, ഭൂതം, വർത്തമാനം പോലെയുള്ള ടെൻസൊക്കെ എല്ലാ ഭാഷയിലും വേണം, എന്നെങ്കിൽ ആശയവിനിമയം നടക്കൂ. അതിനാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയാം. അള്ളാഹ്ക്ക് ഒരു ഭാഷയും സംസാരിക്കാൻ അറിയില്ല എന്നതിന്റെ തെളിവാണ് അള്ളാന്റെ ഖുർആൻ. കാരണം അള്ളാന്റെ ഖുർആനില് 900 ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് അറബികൾ തന്നെ ഖുർആനെ വിവരിക്കുന്നത്, വിശദീകരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബ്രാക്കറ്റുള്ള പുസ്തകത്തിന് ഗിന്നസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഖുർആന്റെ പരിഭാഷകൾക്ക് മാത്രമേ കിട്ടുള്ളൂ.
എന്നിട്ട് ഒരായത്ത് അള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു വാചകം പറയാം, എന്നിട്ട് ആ വാചകത്തിന്റെ തുടക്കത്തിലൊരു ബ്രാക്കറ്റ്, നടുവിലൊരു ബ്രാക്കറ്റ്, ഒടുക്കത്തിലൊരു ബ്രാക്കറ്റ്, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇത് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാര് ഓൽക്ക് തോന്നിയതൊക്കെ എഴുതി കെറ്റാം. നമ്മളെ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം നമ്മുടെ മുസ്തഫ മൗലവി ഖുർആൻ അകമ്പൊരുൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 4ാം വോളിയം പ്രകാശനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സുവനീറാണിത്. ആ സുവനീറിലേക്ക് ഒരു ആശംസ ചോദിച്ചുകൊണ്ട് MT വാസുദേവൻ നായരെ സമീപിച്ചു. MT നല്ല ഒന്നൊന്നര ഒരു ട്രോൾ അങ്ങോട്ട് എഴുതി കൊടുത്തു. നിങ്ങൾ സ്ക്രീനിൽ കാണണ്ടേ, വായിച്ചു നോക്കി. എന്താ MT പറഞ്ഞെന്നറിയോ? അതാ പുറഞ്ഞ ചട്ടയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റുകളില്ലാത്ത തെളിമലയാളത്തിലുള്ള ഖുർആൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. MT വാസുദേവൻ നായർ എന്ന മലയാള സാഹിത്യത്തിന്റെ കുലപതിക്ക് പോലും ഖുർആൻ എന്താണ് സാധനം എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ അറിയോ? MT പണ്ട് NP മുഹമ്മദിന്റെ വലിയ സുഹൃത്തായിരുന്നു. മൂപ്പരിങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നു. ആ കാലത്ത് MT ഖുർആനൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. 2 പേജ് വായിച്ചിട്ട് മൂപ്പര് വായിച്ചിരുന്നിട്ടുണ്ടാവും. കാരണം അതിനകത്ത് ഒരു വാചകം പോലും പൂർണ്ണമല്ല. ഓരോ വാചകവും ബ്രാക്കറ്റുകളിൽ ഓരോരുത്തർക്കും തോന്നിയത് മാതിരി തിരികെ വെച്ചിരിക്കുകയാണ്. കാറ്റലോഗ് ഇറക്കുന്ന ഒരു നിർമ്മാതാവ് യൂസർ മാനുവലിന്റെ അകത്ത് ഇങ്ങനെയാണോ ഭാഷ ഉപയോഗിക്കുക? ലളിതമായ ഭാഷയിൽ, പൂർണ്ണതയുള്ള വാക്യങ്ങളിൽ, ലോകത്ത് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഒരു ഭാഷാ പാണ്ഡിത്യം ഇല്ലാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ എഴുതി കൊടുത്തയക്കുന്നതിനാണ് ഈ യൂസർ മാനുവൽ എന്ന് പറയും. വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്ത് വിളിക്കാം. തൊണ്ട വരളുന്നോണ്ട. അങ്ങനെ ആരെങ്കിലും കാറ്റലോഗ് കൊടുത്തേക്കോ? ഇല്ല. അപ്പൊ ഖുർആൻ യൂസർ മാനുവലാണ്, കാറ്റലോഗാണ്. അള്ളാഹു എന്ന നിർമ്മാതാവ് തന്റെ സൃഷ്ടികൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ച മാനുവലാണ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ എല്ലാ ഭാഷയിലും ഓരോ കോപ്പി ഇറക്കണം. അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമൊന്നല്ല. നിങ്ങൾ പറയാം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ പിന്നെയും ചെറുതാക്കുകയാണ്. കാരണം ഒരു കുൻ അങ്ങോട്ട് വെച്ച് കാച്ചാൽ മതി. കുൻ ഉറക്കനായിട്ട് വെച്ച് കാച്ചിയാൽ എന്തും സാധ്യമാകുന്ന ആളാണ് പഠിച്ചോൻ. അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്റെ ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ കുൻ എന്നാണ് പറഞ്ഞാൽ പോരെ. എന്തേ പഠിച്ചോന് ലോകത്തെ എല്ലാ ഭാഷയിലും ഒരേ സമയത്ത് കാറ്റലോഗ് ഇറക്കാൻ പറ്റാതിരുന്നത്? ഇനി അതൊക്കെ പോട്ടെ, ഈ കാറ്റലോഗിൽ വേറൊരു കുഴപ്പമുണ്ട്. ആർക്കാ ഈ കാറ്റലോഗ് കൊടുത്തേക്കൽ? സാധാരണ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർക്കാണ് കാറ്റലോഗ് കൊടുത്തേക്കാം. ഇവിടെ പ്രോഡക്റ്റിന്റെ മുമ്പിലേക്കാണ് കൊടുത്തയച്ചിരിക്കുന്നത്. എടാ പ്രോഡക്റ്റ് ഇത് വായിച്ചു നോക്കിയിട്ട് ഇതുപോലെ പ്രവർത്തിക്കുമെന്ന് വെളിവുണ്ടെങ്കിൽ ഏതെങ്കിലും നിർമ്മാതാവ് പണി ചെയ്യുമോ? ഒരു AI റോബോട്ട് ഉണ്ടാക്കുന്ന ഒരു ചൈനീസ് കമ്പനി ആ റോബോട്ടിന്റെ മുമ്പിലേക്ക് ചൈനീസ് ഭാഷയിൽ ഒരു കാറ്റലോഗ് എഴുതിയിട്ട് റോബോട്ട് ഇങ്ങനെ പ്രവർത്തിച്ചോ എന്ന് പറയല്ല ചെയ്യാം. റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് റോബോട്ടിന്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യാണ് ചെയ്യാം. ഈ റോബോട്ട് വാങ്ങിക്കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കുന്ന കസ്റ്റമറാണ് കാറ്റലോഗ് വായിച്ചു നോക്കുക. ഇവിടെ അള്ള കാറ്റലോഗ് കൊടുത്തയച്ചത് ആർക്കാ? സ്വന്തം നിർമ്മിച്ച പ്രോഡക്റ്റിന്റെ മുമ്പിലേക്ക്. അതതിനേക്കാളും വലിയ അബദ്ധം. എന്നിട്ട് ഈ പ്രോഡക്റ്റിനോട് പറയാണ് ഈ കാറ്റലോഗ് വായിച്ചിട്ട് നീ അതുപോലെ ചെയ്തോ. അതിന്റെ വല്ല ആവശ്യം അള്ളാഹ്ക്കുണ്ടോ? അള്ളാഹ്ക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു തേനീച്ചക്ക് വഹിയിറക്കി കൊടുത്തത് ഖുർആനിൽ പറയുന്നുണ്ട്. അല്ല തേനീച്ച ഈ മനുഷ്യന്മാരെ കെട്ടിപ്പൊക്കുന്ന സാധനത്തിന്റെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെ കൂടുണ്ടാക്കിക്കോ എന്ന് അള്ളാഹു തേനീച്ചക്ക് വഹി കൊടുത്തു എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ അള്ളാഹ് ഓരോ തേനീച്ചന്റെ പിന്നാലെ പാറിപ്പോയിട്ട് ഇങ്ങനെ ചെവിയിൽ വഹി ഊതി കൊടുക്കായിരുന്നു. അതല്ലെങ്കിൽ ഓരോ തേനീച്ചക്കൂട്ടിലും അള്ള പോയിട്ട് ആ തേനീച്ചക്കൂട്ടിലെ റാണീനെ വിളിച്ചിട്ട് റാണി ഇതിന്റെ പ്രവാചകത്യാണ് എന്ന കാറ്റലോഗ് ജന്റെ തേനീച്ചകൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താളാ എന്ന് പറഞ്ഞിട്ട് കൂടുണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. അവിടെ അള്ള എന്താ ചെയ്തറിയും? അവിടെ തേനീച്ചയുടെ ജന്മവാസനയായി തേനീച്ചയുടെ ജനിതകത്തിൽ പ്രോഗ്രാം ചെയ്തിട്ട് തേനീച്ചനാണ് പടച്ചുകൂടുകയാണ് പ്രകൃതി ചെയ്തത്. ആ പ്രകൃതിന്റെ പേരാണ് അള്ള എങ്കിൽ അള്ള ചെയ്തത്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ ചെയ്താൽ മതി. പശു പ്രസവിച്ച ഉടനെ പശുവിന്റെ കുട്ടിക്ക് പാല് കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു കാളപ്രവാചകൻ വന്നിട്ട് കാറ്റലോഗ് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല പശു കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. പശുവിന്റെ ഉള്ളിൽ പ്രകൃതി പ്രോഗ്രാം ചെയ്യപ്പെട്ട ജന്മവാസന എന്ന് പറയുന്ന ജനിതക കോഡിംഗ് ഉണ്ട്. ആ കോഡിങ്ങിലൂടെയാണ് പശു എങ്ങനെ ജീവിക്കണം എന്ന് പശുവിനെ അള്ളാഹ് പഠിപ്പിച്ചതെങ്കിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ മനുഷ്യന് യുക്തിയും ബുദ്ധിയും കൊടുത്ത പടച്ചോനോ എന്താണ് മനുഷ്യനെ കൊണ്ട് പ്രയോജനം എന്ന് കൂടി ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമിംഗ് തലച്ചോറിൽ നടത്തിയെങ്കിൽ ഈ മാതിരി ഏടാകൂടങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളെപ്പോലുള്ള ആളുകളുടെ പരിഹാസം കേൾക്കേണ്ടി വരുമായിരുന്നു പടച്ചോന്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സെൽഫ് ഗോൾ അടിച്ച് നിങ്ങൾ ഈ മതത്തിനെ വല്ലാണ്ട് കോലം കെടുത്തി. കേരളത്തിൽ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ മതം കുറച്ചാലും കൂടെ ഒക്കെ നിലനിൽക്കും. അതാണ് എനിക്ക് അയ്യൂബ് മൗലവിയോടും കൂട്ടുകാരോടും പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ വടി തന്ന് തല്ലുവാങ്ങരുത്. മിണ്ടാതിരുന്നാൽ വിശ്വാസികളായ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചും നിസ്കരിച്ചും പോയിക്കോളും. പക്ഷേ ഈ ജാതി വിഡിത്തങ്ങളുമായിട്ട് നിങ്ങൾ മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് വന്നാൽ അതിനൊക്കെ കുട്ടികളെ കയ്യിൽ നിന്ന് മറുപടി കിട്ടും. നിങ്ങൾ ഇതുപോലെ കിടന്നിടങ്ങാറാൻ വേണ്ടി വരും. അതാണ് എനിക്ക്
ഇതിന് പറയാനുള്ളത്. ഒരു വാക്യം പോലും ഈ ഖുർആനിൽ മര്യാദക്ക് പറഞ്ഞു തന്നിട്ടില്ല അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ എഴുതിയ പഠിച്ചവന് ഭാഷ അറിയില്ല എന്ന് പറഞ്ഞത്. എത്ര പോലും ബ്രാക്കറ്റുകൾ. ഞാൻ ചോദിക്കുന്നു, ഖുർആനിന്റെ പരിഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള വാചകം ഏതാണെന്നറിയുന്നത്? ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഖുർആനിൽ ഈ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലാത്ത എത്ര വാക്യങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ നിങ്ങൾ പോയിട്ട് ഒരു ഗവേഷണം നടത്തുക. ഒരു പിടിണ്ടാവും. ബാക്കി മുഴുവൻ പണ്ഡിതന്മാർക്ക്. എന്തിനാണ് ഇത്രയധികം വ്യാഖ്യാനങ്ങൾ? ഇത് ലളിതമായി കൊടുത്തയച്ച കാറ്റലോഗ് ആണെങ്കിൽ എന്തിനാണ് കൂട്ടരെ 10,000 വ്യാഖ്യാനങ്ങൾ ഇന്നും കുത്തിയിരുന്ന് വ്യാഖ്യാനിക്കുകയാണ്? ഇത് കേരളത്തിൽ എന്റെ അറിവിൽ ഞാൻ അറിയുന്ന 4 ആൾ ഇപ്പോഴും കുത്തിയിരുന്നിട്ട് ഖുർആൻ വ്യാഖ്യാനിക്കുന്നുണ്ട്, മുസ്തഫ മൗലവി ഉൾപ്പെടെ. ഒരു കാറ്റലോഗിന്റെ ഗതികേടാണിത്. ലോകത്ത് ഏതെങ്കിലും കമ്പനി ഒരു കാറ്റലോഗ് ഇറക്കിയിട്ട് ഈ കാറ്റലോഗിന് വ്യാഖ്യാനങ്ങൾ എഴുതുകയും കാറ്റലോഗിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ലോകാവസാനം വരെ കാറ്റലോഗിന് വ്യാഖ്യാനം എഴുതുകയും ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒന്ന് പടച്ചോൻ ഇങ്ങനെ കാറ്റലോഗ് കൊടുത്തയച്ച് മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ പടച്ചോന്റെ മാന്യതക്കും അന്തസ്സിനും നിരക്കുന്ന കാര്യമല്ല. പടച്ചോന്റെ മാന്യതയ്ക്ക് നിരക്കുന്ന രീതിയിൽ എങ്ങനെയാണോ പശു കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്തത്, എങ്ങനെയാണോ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾക്ക് വേദന തോന്നുമ്പോൾ, നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങളുടെ സഹജീവിയെ സഹായിക്കണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷി എങ്ങനെയാണോ പറയുന്നത്, അതിനാണ് ജന്മവാസന എന്ന് പറയുന്നത്. അതാണ് സഹജമായിട്ടുള്ള മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത്. ആ പ്രകൃതത്തിൽ കോഡ് ചെയ്തുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയുക എന്നതാണ് തലക്ക് വെളിവുണ്ടെങ്കിൽ ഒരു പടച്ചോൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഈ മാതിരി മുതശാബിഹാത്ത് കുത്തി നിറച്ചിട്ടും സാഹിത്യം കുത്തി നിറച്ചിട്ടും കാറ്റലോഗ് കൊടുത്തേക്കുക എന്നത് ഒരിക്കലും നിങ്ങൾ പടച്ചോന്റെ പേരിൽ പറയരുത്. പടച്ചോൻ പാവാണ്, അവിടെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.